ഹലോ ഹായ്, എൻ്റെ പേര് ജോൺ ജോ. ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനം. കൊതുകിനല്ലേ ക്രിമിയടി. അതുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 20 ഞാനും കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിഞ്ഞ ന്യൂസ് ഏത് സ്റ്റേജിൽ പറഞ്ഞാലും ആൾക്കാർ ഗംഭീര കയ്യടിയ. ഇത് എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്നവരും നവദമ്പതികളെയും ആൾക്കാർ ഒരേ പ്രോത്സാഹനമാണ് കൊടുക്കുന്നതെന്ന് ഇപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി. രണ്ടിൻ്റെ അടിസ്ഥാന തത്വം ഒന്നാണ് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കരുത്. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല, എൻ്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോള്. ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വേറെ ആരല്ല, വീടിൻ്റെ അടുത്തുള്ള ആശാ വർക്കർ ചേച്ചി ചോദിച്ചു, ഒരു ചിരി ഇരുചിരിയിലെ ജോണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ചേച്ചി, ബമ്പർ ചിരിയിലെ ജോണാണെന്ന്. അതിനിപ്പോൾ ബമ്പറൊന്നും അടിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. ചേച്ചി കൗണ്ടർ അടിക്കേണ്ട, കാര്യം പറയാൻ പറഞ്ഞു. അല്ല മോനെ ജോണെ, കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? ആ കല്യാണം കഴിഞ്ഞ് ചേച്ചി, കൺഗ്രാചുലേഷൻസ്. വിശേഷം എന്തെങ്കിലും ആയോ എന്ന്. പണ്ട് വല്ല കല്യാണ വീട്ടിലോ ബന്ധു വീട്ടിലോ ചെല്ലുമ്പോഴാണ് ഈ ഒരു ചൊറിഞ്ഞ ചോദ്യം കേൾക്കാറ്, ജോലിയായോ, കല്യാണം കഴിഞ്ഞോ, പെണ്ണ് കിട്ടിയോ എന്നുള്ളത്. ഇപ്പൊ സർക്കാർ ചിലവിൽ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ ചേച്ചീനെ അറിയിച്ചോളാം എന്ന് പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് ഞാൻ കിട്ടുന്ന എല്ലാ ഷോസും ചെയ്തിരുന്നു. മഴവിൽ മനോരമയിൽ റെഗുലറായിട്ട് ബമ്പർ ചെരിയിൽ വന്നിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയ മടുപ്പാണ്. ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതാൻ വലിയ താല്പര്യമില്ല. കിട്ടുന്ന ഷോകൾ ഞാൻ ഉഴപ്പാണ്. ബമ്പർ ചെരിയിൽ ഞാൻ വന്നിട്ട് കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ അങ്ങനെയല്ല. ഞാനൊരു ദിവസം ഫുള്ളായിട്ടൊക്കെ കിടന്നുറങ്ങും. പക്ഷെ എൻ്റെ ഭാര്യ അങ്ങനെയല്ല. അവൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അവൾ കാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകും, വീട്ടിൽ വന്നിട്ട് പഠിക്കും, വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അത്തരത്തിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് എന്നെ പോലെ ഫുൾ ടൈം കിടന്നുറങ്ങുന്ന ഒരാളെ കാണുമ്പോൾ അതത്ര സഹിക്കില്ല. ഇവളൊരു ഡോക്ടറാണ്. ഇവളെ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ നാടി പിടിച്ചു നോക്കും. അപ്പൊ ഞാൻ ചോദിക്കും, എന്തേന്ന് ചോദിക്കും. അല്ല, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെതായ യാതൊരു സ്വഭാവവും നിങ്ങളിൽ കാണാനില്ല, അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. ഇവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബമ്പർ ചെരിയിൽ പറഞ്ഞതിന് മുമ്പുള്ള എന്നെ പരിചയപ്പെടണമായിരുന്നു. അന്നൊക്കെ എനിക്ക് ശരിക്കും എന്തെങ്കിലും പറ്റിയിട്ട് ഒരു ഡോക്ടർ അമ്മയുടെ അടുത്ത് എന്ന് പറയാം, സോറി നിങ്ങളുടെ മോൻ അനക്കൊന്നുമില്ല, അവൻ പോയിന്ന് തോന്നണേന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, എൻ്റെ പൊന്നു മനുഷ്യൻ നിങ്ങളൊന്ന് ശരിക്കൊന്ന് നോക്ക്, അവൻ പണ്ടും വലിയ അനക്കുള്ള ആളൊന്നല്ല എന്ന്. ഇവളുടെ അടുത്ത് ഏതൊരു കൂട്ടുകാരി പറഞ്ഞു, ആണുങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവാൻ ഒരു ലോൺ എടുത്താൽ മതി. ഇത് പറഞ്ഞ് ഇവൾ എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ഒരു കാർ മേടിപ്പിച്ചു. പണ്ട് ഇവള് 10 തുടങ്ങി 6 വരെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടിരുന്നത്. ഇപ്പൊ 10 തുടങ്ങി 6 വരെ ഹോസ്പിറ്റലും 6 തുടങ്ങി 8 വരെ ഒരു ക്ലിനിക്കിലും പോകുന്നുണ്ട്. ലോൺ അടയ്ക്കണല്ലോ. ഇവളുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവള് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഹോസ്പിറ്റലിൽ കേട്ട തമാശകൾ എൻ്റെ അടുത്ത് പറയും. പിന്നെ വീട്ടിൽ പണ്ട് കേട്ട തമാശകൾ പറയും. ചിലപ്പോൾ ഇവള് തമാശകൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് പറയും. ആ തമാശയൊക്കെ ഈ ഫ്ലോറിൽ കൊണ്ട് പറയണേക്കാളും നല്ലത് 2 ബക്കറ്റ് സ്ലൈം ഞാൻ തന്നെ കലക്കി വീട്ടിൽ തന്നെ തലയിലേക്ക് ഉണ്ടാകും. എന്തായാലും ഇവള് എന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു സ്ക്രിപ്റ്റ് എഴുത്, ബമ്പർ ചിരി ഇപ്പോ എങ്ങനെയും കിട്ടുന്ന ഷോസ് ഒക്കെ ചെയ്യുന്ന, ഇങ്ങനെ ഉഴപ്പല്ലേ, നിന്റെ തമാശ കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടേന്ന്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ഇവളെ വിളിച്ചിരുത്തുന്നു ഉപദേശിച്ചു, മോളെ, മയില് പീലി വിടർത്തുന്നതും ഡാൻസ് കളിക്കുന്നതും D4 ഡാൻസിൽ പോകാനോ ഫ്ലാറ്റ് മേടിക്കാനല്ല, അത് എണ്ണകളെ ആകർഷിക്കാനാണ്. ഞാൻ ഇനിയും എണ്ണകളെ ആകർഷിക്കണം എന്നാണോ നീ പറയണേന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ പീലി ഇവള് പറക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കാര്യമായിട്ടൊന്നും പുറത്തേക്ക് പോകാറില്ല. പിന്നെ ആകെ കൂടി പുറത്തു പോണ ഒരു കാര്യം എന്ന് പറയുന്നത് വിരുന്ന് പോക്കാണ്. തിങ്കൾ മുതൽ ശനി വരെ ഇവൾക്ക് ജോലിയുള്ള കാരണം ഞങ്ങൾ ഞായറാഴ്ചകളിലാണ് ഈ വിരുന്ന് പോകുന്നത്. ഈ വിരുന്ന് പോയി തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വന്തം ബന്ധുക്കളെ ശത്രുക്കളായിട്ടൊക്കെ തോന്നും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട, മതി എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം ഒന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി. ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചു. അല്ല മോനെ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 3 വീട്ടിൽ നിന്ന് ചായ കുടിച്ച ആൻറ്റി, ചായ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി, അയ്യോടെ മോനെ എന്നാൽ കാപ്പി എടുക്കാമെന്ന്. ഇപ്പം എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ 2-2.5 ലിറ്റർ ചായ വരെ കുടിക്കുന്നുണ്ട്. പിന്നെ ചെറിയ പിള്ളേരുള്ള വീടുകളിൽ നമ്മൾ വിരുന്നിന് പോകുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരാവശ്യമില്ല എൻ്റെ ഇഷ്ടം പോലെ അടി മേടിച്ച് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത്. എൻ്റെ വീട്ടിൽ മുറ്റടിക്കുന്ന ചൂരിൽ എത്ര ഈർക്കളിയുണ്ടെന്ന് ചോദിക്കണമെങ്കിൽ എൻ്റെ തുട കാട്ടി കൊടുത്താൽ മതി. അമ്മ ചൂലും കെട്ടെടുത്താണ് എന്നെ അടിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവളുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ ഒരു ചെറുതുണ്ട്. അവൻ കണ്ണിൽ ഒരു റിബണും കെട്ടി തോളത്തൊരു തോർത്തും കെട്ടി ഫുൾ ഓടി നടക്കാണ്. എന്നെ കണ്ടത് ഓടി വന്ന് ചാടിയിട്ട് അടിവയറ്റിൽ ഒറ്റ ഇടിച്ചിട്ട് ബാറ്റ്മാൻ. സംഭവം ചാടിയിട്ടാണ് എൻ്റെ അടിവയറ് വരെ എത്തിയത്. ഇവന്റെ ചാട്ടത്തിന് പ്രതീക്ഷിച്ച ഹൈറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവൻ ബാറ്റ്മാനും ഞാൻ ബോൾമാനായിരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ ഇപ്പൊ നല്ല തല്ലുവിന് കിട്ടുന്ന വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. ചേച്ചി എന്നെ നോക്കി ചിരിച്ചിട്ട് പറയാ, ജുഗുനുവിന് ഒടുക്കത്തെ കുറുമ്പാന്ന്. ജുഗുനൊരു 4 റൗണ്ട് വന്നു, എന്റെ അടിവയറ് കല്ലച്ചു. ഇവളും ചേച്ചിയും കൂടി ചായ ഉണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. ഞാൻ ഒന്നും നോക്കിയില്ല. ഈ ബാറ്റ്മാനെ 2 കാലും പിടിച്ച് ഇങ്ങനെ പൊക്കി നിർത്തിയിട്ട് പറഞ്ഞു, മോനെ ജുഗുനു, വവ്വാലി, ബാറ്റ്മാൻ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാന്ന്. സംഭവം ബാറ്റ്മാൻ ആയിരുന്നെങ്കിൽ ഇവന്റെ കാറിച്ച ചീവീടിന്റെ ആയിരുന്നു. ചേച്ചി വേഗം അടുക്കളയെന്ന് തോന്നുന്നു. ഞാൻ ഈ സാധനത്തിനെടുത്ത് സോഫയമേ കിട്ടും. എന്നിട്ട് ചേച്ചി പറഞ്ഞു, ചേച്ചി പറഞ്ഞ ശരിയാ, ജുഗുനുവിന് ഒടുക്കത്തെ കുറുമ്പാന്ന്. എന്തായാലും ദിവസങ്ങളായിട്ടുള്ള വെറുതെ ഇരിപ്പും അമിത ചെലവും വിരുന്ന് പോക്കൊക്കെ കഴിഞ്ഞപ്പോൾ കയ്യിലെ കാശൊക്കെ ഏകദേശം തീരാറായി. ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു, അതായത് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫൈൻ പിടിക്കാനുള്ള ബാലൻസിംഗ് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുള്ള SMS ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രോഗ്രാം കിട്ടി കഴിഞ്ഞാൽ എന്തായാലും പോയി ചെയ്യാമെന്നുള്ളൊരു മൈൻഡൊക്കെ ഇരിക്കായിരുന്നു. ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു. ഞാൻ വളരെ ആവേശത്തോടു കൂടി ഫോൺ എടുത്തു.
ഫോൺ എടുത്തപ്പോൾ ആരാ, പഴയ ആശാ വർക്കർ ചേച്ചി. മോനെ വിശേഷം എന്തെങ്കിലും ആയോ? ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി ആയെങ്കിൽ തന്നെ അറിയാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ ചേച്ചീനെ അറിയിക്കാമെന്ന്. ദയവ് ചെയ്ത് നിങ്ങൾ പുതുമുഖങ്ങൾക്ക് ഇത്ര പ്രഷർ കൊടുക്കരുതെന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, മോനെ പ്രഷർ തന്നതല്ല, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഗർഭിണിക്ക് ഈ 6000 കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ സ്കീമുണ്ട്, അത് പറയാൻ വിളിച്ചത്. സ്ക്രിപ്റ്റ് എഴുതേണ്ട ബുദ്ധിമുട്ടില്ല, എനിക്കാണെങ്കിൽ ആവശ്യത്തിലധികം സമയമുണ്ട്, അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചു, ചേച്ചി ഇരട്ട പറ്റാൽ 12,000 കിട്ടുമെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇരട്ടയായാലും ഒറ്റയായാലും ഒക്കെ 6000 ഉള്ളൂ, പിന്നെ ഇത് സർക്കാരിൻ്റെ പരിപാടിയല്ലേ, ചെറിയൊരു ടാക്സ് ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇതിനും ടാക്സോ? ആ, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്.